ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഒരു വെജിറ്റേറിയൻ കറിയാണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള മട്ടർ മേത്തി മലായ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഗ്രീൻ പീസും അതുപോലെ തന്നെ ഉലുവ ഇലയും ചേർത്തുള്ള ഒരു മലായ് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഉലുവായുടെ സീസണാണ്. നല്ല ഫ്രഷ് ഉലുവ ഇലയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് ശരീരത്തിന് വളരെ ഗുണമുള്ള ഒരു ഇലവർഗ്ഗമാണ്. പ്രത്യേകിച്ച് നടുവേദനക്കാർക്ക് വളരെ നല്ലതാണ്. വിറ്റാമിൻ സി, പൊട്ടാസ്യം, പ്രോട്ടീൻ, അയൺ, ഫൈബർ എന്നിവ വളരെയധികം ഇതിലടങ്ങിയിരിക്കുന്നു. ഡയബറ്റിസ് ഉള്ളവർക്ക് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കുന്നതിന് ഇതിൻ്റെ സേവനം നല്ലതാണ്. ഇതുകൊണ്ട് വിവിധ രീതികളിലുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. മേത്തി മട്ടർ മലായ് കറി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഉലുവ ഇല നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് സോഫ്റ്റായിട്ടുള്ള പാർട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകി അരിഞ്ഞെടുക്കണം. ഇത് ഏകദേശം 2 കപ്പോളം ഉലുവ ഇല നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. ചൂടായ പാനിലേക്ക് 1 സ്പൂണ് വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ അല്പം നെയ്യ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, അല്ലാത്തവരിടണ്ട. നെയ്യിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് നെയ്യിട്ടത്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടണം. അപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം ഒരു 7-8 പറങ്ങാണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ചുമന്നു വന്നു. അപ്പം ഈ പരുവത്തിന് നമുക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളി വഴമ്പലേക്ക് നമുക്ക് ഈ ഉലുവ ഇല റഫിലി ഒന്ന് അരിഞ്ഞെടുക്കാം. അല്പം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് അധികം കളർ ഇതിന് വേണ്ട. അത് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി ഒരു 1/2 ടീസ്പൂണ്. അത് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് അതിന് പകരം പച്ചമുളക് ചേർത്താലും മതി. അപ്പം നമ്മുടെ കറി ഒന്ന് വെളുത്തിരിക്കും. ചുമന്നിരിക്കണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ. ഈ 2 രീതിയിലും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇത് മസാലയെല്ലാം നല്ലതുപോലെ മൂത്തു. ഇനി നമുക്ക് ഈ മസാല നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അത് തണുക്കുമ്പോൾ മാത്രമേ അരയ്ക്കാവൂ. അതേ പാത്രത്തിൽ തന്നെ അല്പം എണ്ണമയം ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അല്പം നിങ്ങൾക്ക് ഒഴിക്കാൻ, ഞാൻ ഒഴിക്കുന്നില്ല. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉലുവ ഇല ഇട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഗ്രീൻ പീസാണ്. ഇത് ഫ്രോസൺ ആണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം. മട്ടർ ഇപ്പം കിട്ടുന്ന സമയമാണല്ലോ, അപ്പോൾ അത് ഏകദേശം 1.5 കപ്പ് എടുക്കണം. ഫ്രഷ് ആണെങ്കിൽ അത് ഒരു പാത്രത്തിലിട്ട് നമ്മളിത് നല്ലതുപോലെ ഉപ്പുമിട്ട് ബോയിൽ ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. ആടുമ്പോൾ അല്പം ഉപ്പിട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഇല ഒരുപാട് തോന്നും. അതുകൊണ്ടാണ് ഒന്ന് വാടിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്. നമുക്ക് ഫ്രഷ് ഉലുവ ഇല കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
നമുക്ക് കസൂരി മേത്തി നമുക്ക് കടകളിലൊക്കെ കിട്ടുമല്ലോ, അത് വാങ്ങിച്ച് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ഇതേ സ്ഥാനത്ത് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വഴണ്ടു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ മസാലക്കൂട്ട് നല്ലതുപോലെ തണുത്തു. നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് ഫൈനായിട്ട് അരച്ചു വെച്ചു. ഇതിലേക്ക് 1/2 ടീസ്പൂണ് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടുമ്പോൾ നമുക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ ഏലക്ക, കറുത്ത ഏലക്ക, അതായത് ബെഡി ഇലാച്ചി എന്ന് പറയാം, അത് നമുക്കൊന്ന് ചതച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാല ഒന്ന് നല്ലതുപോലെ വെന്ത് എണ്ണ തെളിയാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ തിളച്ച് വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നുണ്ട്. മസാല നല്ലപോലെ വെന്തു. ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടർ, അതായത് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മേത്തിയിലയും ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മട്ടർ ഓൾറെഡി വെന്തതാണ്, അതുകൊണ്ട് നമുക്ക് അധികം സമയം എടുക്കത്തില്ല. നമുക്കിനി അല്പം പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മലായി കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വരണം. തിളച്ച പാലാണ് നമ്മൾ ഇതിനോടൊപ്പം ഒഴിച്ചു കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ സബ്ജി അതിലേക്ക് കലർത്തി ഇതൊന്ന് പരുവത്തിലാക്കിയിട്ട് വേണം നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ പിരിയത്തില്ല. ആവശ്യാനുസരണം ഗ്രേവി നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ചൂടുവെള്ളമോ ചൂടുപാലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പ് നമ്മൾ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും നോക്കി വേണം നമുക്ക് ഉപ്പിടാനായിട്ട്. ഇതിൽ ഉപ്പില്ല, അതുകൊണ്ട് ഞാനൊരു 1/2 ടീസ്പൂണ് ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നു. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഉണക്കമാങ്ങയുടെ പൊടിയാണിത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ഒരു പുളിക്ക് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളിക്ക് വേറെ ഓപ്ഷൻ വേണമെങ്കിൽ ഒരു ടൊമാറ്റോ കൂടി ചേർക്കുകയോ ചെയ്യാം. ഇതില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ലതാണ്. ഇതിട്ടില്ലേലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇതിലും വേണമെങ്കിൽ കുറയ്ക്കാം. ഇച്ചിരി കൂടെ മധുരം മുന്നോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ഇടുകയും ചെയ്യാം. മേത്തി അതിന് ഒരു കയ്പുണ്ടായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എല്ലാ ഉപ്പും അതിൻ്റെ കയ്പും എല്ലാം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത്രയും പഞ്ചസാര ഇട്ടത്. ഞാൻ 1/2 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2 കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. മേത്തി മട്ടർ മലായി കറിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം മലായി ഒഴിക്കാതെ നിവൃത്തിയില്ലല്ലോ. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക്
മലായി അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നമ്മുടെ വീട്ടിലെടുത്ത ഫ്രഷ് ക്രീമായാലും മതി. ഇത് ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഏകദേശം 3 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ്. എല്ലാം മോഡറേറ്റ് ആയിട്ടാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടെ ടേസ്റ്റിന് ഒഴിക്കാവുന്നതാണ്. തിള വന്നതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് അതുപോലെ നമുക്കൊന്ന് 1 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാലയുടെ ഫ്ലേവർ ഈ കറിക്കകത്തായി 1 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മേത്തി മട്ടർ മലായി കറി റെഡിയായി. നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ കറിയാണ്. നമുക്കതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്പം മലായി ഒഴിച്ച് നമുക്ക് അതൊന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് വിഭവത്തിൻ്റെ കൂടെയും നമുക്കിത് കഴിക്കാൻ കൊള്ളാം. ചോറിൻ്റെ കൂടെയും നല്ലതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇത് എന്നെ വിവരം അറിയിക്കണം. അതെങ്ങനെ ഉണ്ടായിരുന്നുവെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.